അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരു അടിപൊളി ഇയറിങ്സുമായിട്ട് ഞാൻ വരുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇയറിങ്സ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പം അടുത്ത് വെച്ച് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതാണ്ട് ഞാൻ കാതിൽ ഇട്ടിരിക്കുന്നതും ഞാൻ ചെയ്ത ഇയറിങ്സ് ആണ്. അപ്പം നമുക്ക് എന്തായാലും പറഞ്ഞ് താമസിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെന്താ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മുടെ ജ്വല്ലറിക്ക് ആവശ്യമായ 2 സാധനങ്ങളാണ് എയർ ഡ്രൈ ക്ലേയും പൗഡറും. അപ്പോൾ ഈ ക്ലേ എന്ന് പറയുന്നത് 2 പാക്കറ്റിലാണ് വരുന്നത്. ആ 2 പാക്കറ്റിൽ നമ്മൾ ഒരേപോലെ എടുത്ത് മിക്സ് ചെയ്യണം. ഇപ്പം ഞാനത് മൊത്തത്തിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പൗഡറുമായിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. അപ്പം അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഈ ക്ലേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ പൗഡർ ഇതിനകത്ത് യൂസ് ചെയ്യണം, എങ്കിലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല പോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എനിക്ക് റൗണ്ട് ഷേപ്പിൽ വേറെ ഒന്നും എൻ്റെ കൈ കിട്ടിയില്ല. ഒരു പുട്ടുകൂടത്തിൻ്റെ മേലത്തെ ആ സാധനമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് എന്തോ റൗണ്ട് ഷേപ്പിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ചുകൂടി എൻ്റെ കൈ വെച്ച് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് എഡ്ജൊക്കെ നല്ല ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇത് തിരിച്ചിടും ഞാൻ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ആ ഷേപ്പൊക്കെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഇരിക്കാനും വേണ്ടിയാണ് നമ്മൾ പൗഡർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെറിയൊരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്ന പോർഷൻ ഞാൻ കളയുന്നില്ല. അത് വേറൊരു ഇയറിങ്സ് ആയിട്ട് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. ഇപ്പം നമുക്ക് നല്ലൊരു ഇയറിങ്സിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരെണ്ണവും കൂടെ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കമ്മൽ ചെയ്യാം, സ്റ്റഡിൻ്റെ ഭാഗം. അപ്പം അതും ഞാനൊരു ചെറിയ അടപ്പ് വെച്ചാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള അടപ്പും ഓരോ സാധനങ്ങളൊക്കെ വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇയറിങ്സ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നത്. ഏറ്റവും സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത്. പിന്നെ മോൾഡ്സ് ഒന്നും നമുക്ക് ഇപ്പോഴേ മേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതൊക്കെ വെച്ച് വേണം നമ്മൾ ആദ്യം ചെയ്ത് പഠിക്കാൻ. അപ്പോൾ ഇത് ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് 2 പീസാക്കിയൊക്കെയാണ്. അപ്പോൾ അതും ഒരു ഇയറിങ്സ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ ഒരു അടപ്പ് വെച്ചെടുത്തില്ലേ ഒരു റൗണ്ട്, ആ റൗണ്ടും ഈ സ്ക്വയറിൻ്റെ ഇതും വെച്ച് ഞാൻ വേറൊരു ഇയറിങ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ 2 ഇയറിങ്സ് ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ കണ്ടാൽ നല്ല ലുക്കുമാണ്. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഈ പേനയുടെ നിബ്ബ് വെച്ചാണ് ഞാൻ, ഇതൊരു 3 രൂപയുടെ പേനയാണ്, അതിൻ്റെ നിബ്ബ് വെച്ചാണ് ഞാൻ ഇതിൽ ഹോളിട്ട് കൊടുക്കുന്നത്. അതുപോലെ ചെയ്താൽ മതി.
ഇത് വൃത്തിയില്ലാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഈ ക്ലേ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതലും പൗഡർ വേണം. പൗഡർ ഉണ്ടെങ്കിൽ ഇത് എവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കും. അതിന് വേണ്ടിയാണ് ഞാൻ ഇതിൽ മൊത്തം പൗഡർ ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു വൃത്തിയില്ലാത്ത കണക്ക് തോന്നും, പക്ഷെ പൗഡർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തോനെ പൗഡർ ഉപയോഗിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാനൊന്ന് ഈ സ്ക്വയർ ഷേപ്പിലെടുത്തതൊന്ന് ബെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് വെക്കുന്നത്. അത് പെൻസിലായാലോ പേനയായാലോ മതി. അതിനുള്ളിൽ വെച്ചിട്ട് പയ്യെ നമ്മൾ വിരൽ വെച്ച് ചേർത്ത് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബെൻഡായിട്ടിരിക്കും. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മളെ ഇയറിങ്സ് കാണാൻ. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഇയറിങ്സിനകത്ത് സ്റ്റോൺസാ പിന്നെ പേൾസാ മുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ നല്ല പോലെ അമർത്തി വെച്ച് കൊടുക്കാം. അതെന്ന് വെച്ചാൽ ഇത് അമർത്തി വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ മുത്തിൻ്റെയും ഈ സ്റ്റോണിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വരുമല്ലോ. അപ്പോൾ ആ ഷേപ്പ് അങ്ങനെ ഇരുന്ന് തന്നെ ഈ ക്ലേ അങ്ങ് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റോൺസ് ഒട്ടിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അത് മാത്രമല്ല സ്ട്രോങ് ആയിട്ട് ആ സ്റ്റോൺസ് എല്ലാം ഇരിക്കുകയും ചെയ്യും. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റോണെല്ലാം ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് വേണം നമ്മൾ ഡ്രൈ ആവാനായിട്ട് വെക്കാൻ. ഇപ്പോൾ കണ്ടോ അതിൻ്റെ ഷേപ്പെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം ഞാൻ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇനി ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വൈറ്റ് കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ വൈറ്റ് മാത്രമല്ല അടിക്കുന്നത്, ഇതിലൊരു ഗോൾഡ് കളറും കൂടെ അടിക്കുന്നുണ്ട്. അത് ഏത് ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മുടെ പുള്ളിപ്പുലിയുടെയൊക്കെ ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈനാണ് ഞാൻ ഈ ഇയറിങ്സിൽ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഗോൾഡ് കളർ വെച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് അതിൻ്റെ ആ ഡോട്ട്സിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പുള്ളിയുടെ ഡിസൈൻ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. വാ, എന്ത് ഭംഗിയല്ലേ കാണാൻ. കറക്റ്റ് പുള്ളിയുടെ ഡിസൈൻ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ആ കറുത്ത കമ്മലും കൂടെ വരുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പിലുള്ള റിങ് ഇല്ലേ, ആ റിങ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നാണ്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ നമ്മൾ 2 കമ്മലിനും അങ്ങനെ റിങ് ഇട്ട് കൊടുത്തു. ഇനി എനിക്കിതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കതിൽ ഈ കമ്മലിൻ്റെ ആണിയില്ലേ അതൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഗ്ലൂ ആണ്, കാരണം വെരി സ്ട്രോങ് ആണ്. ഒരു കാരണവശാലും നമുക്ക് കൈ കൊണ്ട് ഒടിച്ച് മാറ്റാൻ പോലും നോക്കിയാൽ അത് ഒടിയത്തില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം, ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ജ്വല്ലറി മേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരെണ്ണം മേടിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇയറിങ്സിന് ഭംഗി കൂട്ടാൻ വേണ്ടി കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ സ്റ്റോൺസ് കൂടാതെ ഞാൻ കുറച്ച് മുത്തുകളും കൂടെ ഇതിനകത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് നിങ്ങൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ഇതേ കണ്ടോ നമ്മുടെ ഇയറിങ്സ് എന്ത് ഭംഗിയാണ് കാണാനെന്ന്. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഓൺ ക്രിയേഷനാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ സപ്പോർട്ടും കൂടെ ചെയ്താലേ എനിക്ക് ഇനിയും മുമ്പോട്ട് ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.